Hi friends, welcome back to i4 Smart Kitchen. ഞാൻ ഇവിടെ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലായി കോഫ്ത കറി വിതൗട്ട് ഓണിയൻ റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിൽ 2 tablespoon ഓയിൽ, 2 bay leaves, 1 piece cinnamon, 3 cloves, 2 black cardamom, 1 teaspoon ഷാഹി ജീര ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1 tablespoon ginger pieces, 1 tablespoon garlic pieces, 2 green chilli chopped ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്കൊരു കശ്മീരി റെഡ് ചില്ലി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. സോക്ക് ചെയ്ത് സ്കിൻ റിമൂവ് ചെയ്ത 15 ആൽമണ്ടാണ് ഞാനിവിടെ ചേർത്തത്. കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് 1 tablespoon corriander powder, 1/2 teaspoon garam masala, 1/4 teaspoon turmeric powder, 1 tablespoon chilli powder ഇട്ട് പച്ച മണം പോകുന്നത് വരെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4 ചോപ്പ്ഡ് ടൊമാറ്റോ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1.5 കപ്പ് ഹോട്ട് വാട്ടറും ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പം നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റൗ ഓഫ് ചെയ്ത് കൂളാവാൻ വെക്കണം. കൂലായതിന് ശേഷം മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. കോഫ്ത റെഡിയാക്കി എടുക്കാം. ഒരു പാത്രത്തിൽ 1 കപ്പ് ബോയിൽഡ് ആൻഡ് സ്മാഷ്ഡ് പൊട്ടാറ്റോ, 1 കപ്പ് ഗ്രേറ്റഡ് പനീർ, 1/2 tablespoon chopped garlic, 2 tablespoon chopped coriander leaves, 2 chopped green chilli, 1/2 tablespoon ginger chopped, salt to taste, 2 tablespoon corn flour, ഇത് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇവിടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. വീഡിയോയിൽ കാണുന്ന ഷേപ്പിൽ ബോൾ ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ബോൾസ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ബോൾസ് റെഡിയാക്കിയത്. ഇവിടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി ബോൾസ് ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ലൈറ്റായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെ കോഫ്ത റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബോൾസും ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് റെഡിയാക്കി വെച്ച മസാലക്കൂട്ട് ഇവിടെ നല്ലപോലെ കൂളായിട്ടുണ്ട്. ഇനി ഇതിന് മിക്സിയിലിട്ട് നല്ല നൈസായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണം.
ഇനി വേറൊരു പാൻ ചൂടാക്കി ഇതിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത മസാലക്കൂട്ട് ഒഴിച്ച് കൊടുക്കണം. മിക്സി കഴുകിയ 1 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഷുഗറും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിന് സോൾട്ടും ചേർത്ത് ഇളക്കി ബോയിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ബോയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 10 മിനിറ്റ്സ് ഇതിനൊന്ന് നല്ല പോലെ ബോയിൽ ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീമും 1/2 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് 5 മിനിറ്റ്സ് വീണ്ടും ഒന്ന് തിളപ്പിക്കണം. കോപ്തക്ക് വേണ്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് കൊറിയൻഡർ ലീവ്സും ഇട്ട് കൊടുത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. എങ്ങനെയാണെന്ന് സെർവ് ചെയ്യാം. ഒരു സെർവിങ് പാത്രമെടുത്ത് അതിൽ തയ്യാറാക്കിയ കോപ്തയെ വെച്ച് കോപ്തയുടെ മുകളിലായി ഗ്രേവി ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെയാണ് മലായി കോഫ്ത കറി സെർവ് ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിലായി കുറച്ച് ഫ്രഷ് ക്രീമും കൊറിയൻഡർ ലീവ്സും ഇട്ട് കൊടുക്കണം. ഇതൊരു വിതൗട്ട് ഓനിയൻ റെസിപ്പിയാണ്. നോർത്ത് ഇന്ത്യൻ മലായി കോഫ്ത കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെല്ലൈക്കൻ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.